നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വാഹനാപകടം. കാസർഗോഡ് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. EP ജയരാജൻ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് ജോസ് കെ മാണി. കാസർഗോഡ് ജില്ലയിൽ കത്തിയിറങ്ങുന്ന തീച്ചൂടിൽ വിയർത്ത് ജനങ്ങൾ. ശരാശരി താപനിലയിൽ ഒരു ദിവസം വർധന 1 ഡിഗ്രിയോളം. ചെറുവത്തൂർ വീരമലക്കുന്നിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ കുന്നിടിഞ്ഞു വീണു. മണ്ണിനടിയിൽപ്പെട്ട് 2 തൊഴിലാളികൾക്ക് പരിക്ക്. മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. പ്രതിഷേധം ശക്തം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് തൃക്കരിപ്പൂർ ITയിൽ തുടക്കമായി. കാലാവസ്ഥാ പൊരുത്തപ്പെടൽ ജലസുരക്ഷ ലക്ഷ്യമിട്ടാണ് പരിശീലനം. വാർത്തകൾ വിശദമായി. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ കാസർഗോഡ് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. കുടുംബം സഞ്ചരിച്ച കാറും ഗ്യാസ് സിലിണ്ടറുമായി പോകുകയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കണ്ണപുരം ചെറുകുന്ന് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം രാത്രി 10:45ഓടെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുകയായിരുന്ന ലോറിയും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ, കരിവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ, മകൾ അജിത, ഭർത്താവ് ചൂരിക്കാട് കമ്മാടത്തെ സുധാകരൻ, അജിതയുടെ സഹോദരന്റെ മകൻ 9 വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് മരിച്ചത്. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ചും കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരണം സംഭവിച്ചത്. മകനെ കോഴിക്കോടുള്ള കോച്ചിംഗ് സെന്ററിൽ കൊണ്ടുവിട്ടതിനു ശേഷം മടങ്ങി വരികയായിരുന്നു കുടുംബം. ചെറുകുന്ന് പുന്നച്ചേരിയിലെത്തിയപ്പോൾ ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു. പിന്നിലുണ്ടായിരുന്ന വാഹനവും കാറിലിടിച്ചു. ആൾക്കാർ ഓടിയെത്തുമ്പോൾ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത്. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെടുത്തത്. അപകടത്തിന് കാരണക്കാരായ 2 ലോറി ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം സംഭവത്തിൽ പോലീസ് തുടരന്വേഷണവും നടത്തിവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. EP ജയരാജൻ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് ജോസ് കെ മാണി. CPMലെ ആഭ്യന്തര വിഷയമാണിത്. വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ജോസ് കെ മാണി കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ സാധിക്കില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. അതിൻ്റെ കൃത്യമായി അതിൻ്റെ മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവിനെയും വിലക്ക് വാങ്ങാൻ BJP കഴിയില്ല. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ അതിനുള്ള മറുപടി കൃത്യമായി എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമുക്ക് കാണുവാൻ കഴിയുന്നത് UDFൽ നിന്നുള്ള ചാഞ്ചാട്ടമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ കൂടിക്കാഴ്ചയല്ല. പക്ഷെ ഒരാളെ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവിനെ പോലും വിലക്ക് വാങ്ങാൻ BJP കഴിയില്ല. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. എൻ്റെ ആ ഉത്തരത്തിനകത്ത് എല്ലാ അർത്ഥമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഓരോ ആരോപണങ്ങളും വിമർശനങ്ങളും വരുന്ന എന്താണ്? മുന്നണിയിലുള്ള വോട്ടുകൾ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത്. അതിൻ്റെ ഭാഗമാണ് മുന്നണി. അവർക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്ത സമയത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും മുന്നണിയിലെ വോട്ടുകൾ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതുതന്നെയാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടല്ല. ഇന്ന് ഇപ്പോൾ UPയുടെ മുഖ്യമന്ത്രി പറയുന്നു പല കാര്യങ്ങളും. അത് വളരെ വർഗീയമായ ഒരു വിഷയങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിൻ്റെ വോട്ടർമാരെ വിഭജിക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തെ തന്നെ വിഭജിക്കാൻ ശ്രമിക്കുന്നുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അല്ലല്ല, ആരോപണം കൊണ്ടുവന്നപ്പോഴല്ലേ ആ വിഷയം ഞാൻ പറഞ്ഞൊരു ആരോപണം വന്നപ്പോൾ അതിന് മറുപടി പറയണമല്ലോ. അതിന് മറുപടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ.
അത് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി എന്താണ് വേണ്ടിരുന്നത്, എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത് കൃത്യമായി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അത് മാത്രമല്ല, അത് CPM-നകത്തൊരു ആഭ്യന്തര കാര്യം അവർ സംസാരിച്ചു, അവർ പൊതുവായിട്ട് പറഞ്ഞു. CPM-ന്റെ അവിടുത്തെ ഒരു നേതാവിൻ്റെ വിഷയത്തിൽ കൃത്യമായി ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതല്ല പറഞ്ഞു, അതെ, ആ മറുപടിക്കകത്തെല്ലാം ഉണ്ട്. അതുകൂടാതെ എൻ്റെ ഒരു മറുപടി കൂടി ഞാൻ പറയുന്നു. എന്ത് ശ്രമങ്ങൾ നടത്തിയാലും അതിവിടെയാകട്ടെ, കേന്ദ്രത്തിലാകട്ടെ, ദേശീയ തലത്തിലാകട്ടെ, ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു നേതാവിനെയും വിലയ്ക്ക് വാങ്ങാൻ BJPക്ക് കഴിയില്ല. കത്തിയിറങ്ങുന്ന തീച്ചൂടിൽ വിയർത്ത് ജനങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ ശരാശരി താപനിലയിൽ ഒരു ദിവസം വർധന 1 ഡിഗ്രിയോളം. രാത്രിയിലും കുറയാത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ ദുരിതമായി മാറും. ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ വേനൽക്കാലമാണ്. പൊള്ളിക്കുന്ന തീച്ചൂടിൽ വലയുകയാണ് ജനങ്ങൾ. ജില്ലയിലെ ശരാശരി താപനിലയിൽ ഒരു ദിവസം കൊണ്ട് 1 ഡിഗ്രിയോളം വർധനവാണുണ്ടായത്. 38-നോടടുത്താണ് പകൽ താപനില. രാത്രി 10-ന് ശേഷവും പല പ്രദേശങ്ങളിലും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. അന്തരീക്ഷ ആർദ്രത ഉയരുന്നതാണ് രാത്രിയിൽ താപനില ഉയരുവാൻ കാരണം. പകൽ സമയത്ത് പുറം ജോലി ചെയ്യുന്നവർ കനത്ത ചൂടിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. പാണത്തൂരിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം 41.4 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. ജില്ലയിലെ ഉയർന്ന താപനിലയും ഇത് തന്നെ. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഉയർന്ന താപനില പാലക്കാട്ട് രേഖപ്പെടുത്തിയ 41.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. കത്തുന്ന ചൂടിൽ വിയർത്തൊലിച്ചാണ് നഗരത്തിലെ തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നത്. വാടക പോകുമ്പോഴും നല്ല കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. സ്റ്റാൻഡിൽ അധിക നേരം നിൽക്കാനും പറ്റുന്നില്ല. ഏകദേശം ചില സമയത്ത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സ്റ്റാൻഡിൽ വേണ്ടിയിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഭയങ്കര ചൂടാണ്. ഏത് ഭാഗത്ത് പോയാലും സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. നമുക്ക് ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചിട്ട് ഈ ഓട്ടോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെറിയൊരു വണ്ടിയാണ്. പക്ഷേ മേലെ ടാർപ്പിലൊക്കെ പിന്നെ കട്ടിയില്ലാത്ത വാഹനമായതുകൊണ്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ പാസഞ്ചർ അതുപോലെ തന്നെ നല്ല ചൂട് ആണ് പറയുന്നത്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ആൾക്കാർ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഞമ്മക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിൽ ഓട്ടുന്ന ആളാണ്. മോളിൻ്റെ ചൂട്, താഴത്തെ ചൂട്, ഒട്ടാകെ ചൂട്, ഇഞ്ചിൻ്റെ ചൂട് ഓരോയിക്കൊണ്ടുണ്ട്. ഈ കാലാവസ്ഥൻ്റെ അതല്ലാതെ ഇപ്പോൾ ഈ ചൂടിനുമായിട്ട് ഇപ്പോൾ ചൂടുക്കുരു, മേലടി ചൂടുക്കുരു, ഇപ്പോൾ കണ്ടിന്യൂസ് പണിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. വേനൽ ചൂട് കടുത്തതോടെ നഗരത്തിലെ കച്ചവടക്കാരും ലോട്ടറി വിൽപ്പനക്കാരുമെല്ലാം വലിയ ദുരിതമാണ് നേരിടുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ചൂടായിട്ടാ ഫുള്ള് ചോർന്നിട്ടെല്ലാം പറ്റുന്നില്ല. അങ്ങനത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചൂടിന് ആരും വരുന്നില്ല, കുറവാണ്, ഭയങ്കര കുറവാണ്. ചൂട് ഭയങ്കര അതിഗംഭീരമാണ്. മുമ്പൊക്കെ ഉണ്ടാവാത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൂട് കാരണം ഞങ്ങൾ മോട്ടോർ ഉദ്യോഗസ്ഥനാണ്, ഒരു ബസ് തൊഴിലാളിയാണ്. ബസ്സിലൊക്കെ വളരെ കുറവാണ്. പൊതുവെ വ്യാപാരങ്ങളൊക്കെ കുറവാണ്. ആൾക്കാർ ടൗണിൽ തന്നെ വരുന്നില്ല. അവിടെ തിരുത്തൊള്ളി രജിസ്റ്റേറ്റ് അവിടെ പോരും. അവിടെ പോയിട്ട് അരമണിക്ക് റേറ്റ് അപ്പോൾ പുറത്തേറ്റ് അവിടെ വിളിച്ചുകൊണ്ട് പിന്നെ പലന്ത് എല്ലാം തണുപ്പ് തിന്നാനെന്ത് വേണ്ട, എല്ലാം മാങ്ങാക്കി എന്ത് തിന്നാൻ ചൂട്ട് വേണ്ട വെള്ളം കുടിച്ചിട്ട് എല്ലാവർക്കും. കുറേ രോഗമുള്ള ആൾക്ക് ഡബിൾ രോഗം. എനിക്ക് തെരപ്പുണ്ട്, എനിക്ക് ഡബിൾ തെരപ്പ് വെയിൽ കൊള്ളുമ്പോൾ. ചൂട് ഭയങ്കര ചൂടല്ല, കച്ചവടം കുറവ്, ആൾക്കാരില്ല, ആരുമില്ല, പൊതുവെ കുറവ് തന്നെ. ഈ ചൂട്ടിലാരും ഇറങ്ങുന്നില്ലല്ലോ. കച്ചവടം വളരെ മോശമാണ്. ആൾക്കാരില്ലാത്തത് കൊണ്ട് വളരെ കുറവാണ്. ഏകദേശം ഒരു 5 മണിക്ക് ശേഷം ആൾക്കാർ ഇറങ്ങുന്നുള്ളൂ. 5 മണിന്ന് ഒരു 7 മണി വരെ ആൾക്കാരുണ്ടാകും. പിന്നെ ബസ്സും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് ആൾക്കാരും ഉണ്ടാകുന്നില്ല, എല്ലാവരും പോവാണ്. ഭയങ്കര ചൂടാണ്, ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല. അപ്പോൾ തലക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നു ഇവിടെ നിൽക്കണമെങ്കിൽ, അത്രയും ചൂടാണ്. കച്ചവടം തീരെയില്ല. ഇപ്പോൾ ആൾക്കാരൊന്നും വരുന്നില്ല ചൂടുകൊണ്ട്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ് ഇവിടെ. ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വെയിലത്തിനിപ്പോൾ നാൾ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇന്ന് പോകാൻ പറ്റുന്നില്ല. നമുക്ക് കച്ചവടം ഒരു വക പോകുന്നുണ്ട്, അങ്ങനെ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. കച്ചവടം ചെയ്യാൻ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ അധികം ജ്യൂസാണ്. ഇപ്പോൾ ചായ ഹോട്ട് ആർക്കും വേണ്ടല്ലേ. ഹോട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടുന്ന സമയം മാതിരി ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ജ്യൂസ്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് തണുത്തതെല്ലാം ആക്കി വെക്കുന്നത്. പക്ഷേ അതിന് ആൾ വരണ്ടേ, ആൾ വന്നാൽ തന്നെയല്ലേ എല്ലാം മാർക്കറ്റ് നടക്കും.
രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിൽ കൊള്ളരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ചില തൊഴിൽ മേഖലകളിലെങ്കിലും ഇത് നടപ്പിലാകുന്നില്ല. ജില്ലയിൽ ഇതുവരെ സൂര്യാഘാതമോ സൂര്യതാപമോ ബാധിച്ച് ആരും ചികിത്സ തേടിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. വേനൽ മഴയിൽ കാസർഗോഡ് ഇപ്പോഴും 94% കുറവാണ് ലഭിച്ചിട്ടുള്ളത്. ശരാശരി 97.3 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇതുവരെ പെയ്തത് ഏകദേശം 3.6 മില്ലിമീറ്റർ മാത്രമാണ്. ജില്ലയിലെ പല പ്രദേശങ്ങളും വരൾച്ചയെ അഭിമുഖീകരിക്കുന്നുണ്ട്. പുഴകളും ജലസ്രോതസ്സുകളുമെല്ലാം വറ്റിവരേണ്ട നിലയിലാണ്. പലയിടങ്ങളിലും ജലക്ഷാമം അതിരൂക്ഷമാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ ദുരിതമായി മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുവത്തൂർ വീരമലക്കുന്നിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ കുന്നിടിഞ്ഞ് വീണ് മണ്ണിനടിയിൽപ്പെട്ട് 2 തൊഴിലാളികൾക്ക് പരിക്ക്. പശ്ചിമ ബംഗാൾ മാൽഡ ജില്ലയിലെ ചഡ്മൻ ശാന്തിപൂർ സ്വദേശികളായ സദ്ദാം ഹുസൈൻ, ലിറ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 4:45ഓടെയാണ് അപകടമുണ്ടായത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ മലയിടിഞ്ഞ് 2 തൊഴിലാളികളുടെ മേൽ മണ്ണ് പതിക്കുകയായിരുന്നു. മറ്റു തൊഴിലാളികളും സമീപത്തുണ്ടായിരുന്നവരും ചേർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ മലയിടിച്ചൽ രൂക്ഷമായിരുന്നു. വീരമലയുടെ ഒരു ഭാഗം നേരത്തെ ഇടിച്ചിരുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിനു വേണ്ടി അനുവദിച്ചതിലും അധികം സ്ഥലം ഇടിച്ചു നിരത്തി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിനെ തുടർന്ന് കലക്ടർ ഇടപെട്ട് മലയിടിക്കുന്നത് നിർത്തിവയ്ക്കുവാനും മണ്ണ് റോഡിലേക്ക് ഇടിയുന്നത് തടയുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവിടെ സംരക്ഷണ ഭിത്തി ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുമെന്ന പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം നടത്തി മഞ്ചേശ്വരത്തെ ദുർഗന്ധമുക്തമാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ജനപ്രതിനിധികളുടെ കാലാവധി അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം ഇനിയും മാലിന്യമുക്തമായില്ല. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അനാസ്ഥ കാണിക്കുന്നതായാണ് നാട്ടുകാരുടെ തുടർച്ചയായുള്ള ആക്ഷേപം. മാലിന്യ നിർമ്മാർജ്ജനം നടത്തി മഞ്ചേശ്വരത്തെ ദുർഗന്ധമുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ അധികാരത്തിലേറിയത്. കാലാവധി അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം ഇനിയും മാലിന്യമുക്തമാകാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ കർണാടകയിൽ നിന്നും വരുന്ന ലോറിയിൽ മഞ്ചേശ്വരത്ത് നിന്നും കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം ഇവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നുമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുഞ്ചത്തൂർ പദവ് റോഡ്, ഹൈഗ്ലോതി പാവൂർ റോഡ്, മാലിംഗേശ്വരം കുഞ്ചത്തൂർ റോഡ്, മഞ്ചേശ്വരത്തെ നിരവധി പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ദേശീയപാതയുടെ വശങ്ങളിൽ മാലിന്യം കുന്നുകൂടി പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. പഞ്ചായത്തിലെ ആക്രി കടകളിലും മറ്റ് ചില കടകൾക്ക് മുന്നിലുമുള്ള പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നതാണ് മറ്റൊരു ഗുരുതരമായ വിഷയം. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുകയും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുന്നത് നാട്ടുകാരുടെ കടുത്ത അമർഷത്തിനാണ് ഇടയാക്കുന്നത്. മഞ്ചേശ്വരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെ പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി മാറി വന്നപ്പോൾ ആദ്യമല്ല ഇതിനൊരു പരിഹാരമുണ്ടാവുമെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ദിവസം പോകുന്നവരും നമുക്ക് മനസ്സിലായത് ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടില്ല. ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ ഒരു മാസത്തിനൊരു പ്രാവശ്യം അല്ലാണ്ടെന്നെങ്കിൽ 40 ദിവസത്തിനൊരു പ്രാവശ്യം പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേർതിരിച്ച് കൊടുത്ത പ്ലാസ്റ്റിക് കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതും ഒരു വാർഡിന് 2 ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ വേണമെന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും അത് ഫുൾഫില്ലാക്കാൻ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ವಾಸ್ತವമാണ്. ತುಂಬ ದಿನಗಳಿಂದ ರೋಡ್ ಮೇಲೆಲ್ಲ ಕಚ್ಚಡ ಹಾಳು ಮುಳು ಎಲ್ಲ ತಂದಾಕ್ತಾರೆ ಅವರು ಪ್ಲಾಸ್ಟಿಕ್ನ. ಇದಕ್ಕೆ ಯಾವುದಾದ್ರು ಒಂದು ಪರಿಹಾರ ನೀವು ಮಾಡಬೇಕು. ಪ್ರತಿಗಳಂತೂ ತಿರುಗಿ ನೋಡಲ್ಲ ಬಿಡಿ. ಒಂದು ಸತಿ ಓಟಿಗೋಸ್ಕರ ಬರ್ತಾರೆ, ತಿರುಗಿ ನೋಡಲ್ಲ, ಹೋಗ್ತಾರೆ. ಇದಕ್ಕೇನಾರು ಒಂದು ಪರಿಹಾರ ಮಾಡಬೇಕು. ಇಲ್ಲಾಂದರೆ ಜನನೇ ರುಚಿಗೆಳ್ತಾರೆ. ಕೆಲವು ಕಿಡಿಗೇಡಿಗಳು ಮಾಡ್ತಾ ಕೆಲಸಕ್ಕೆ ಮಿಕ್ಕಿದವ್ರಿಗೆ ತುಂಬ ತೊಂದರೆ ಆಗ್ತಾಯಿದೆ. അടുത്തിടെ മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുവാൻ ഒരു സ്കൂളിൽ പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ശുചീകരണ മിഷൻ ഉദ്യോഗസ്ഥരുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. എന്നാൽ ഈ യോഗം പരാജയപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു.
മഴക്കാലം തുടങ്ങിയാൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ മാലിന്യ കൂമ്പാരങ്ങളുടെ സമീപത്തുകൂടി സഞ്ചരിക്കേണ്ടി വരും. ഇതൊഴിവാക്കുവാനെങ്കിലും ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാലാവസ്ഥാ പൊരുത്തപ്പെടൽ ജലസുരക്ഷ ലക്ഷ്യമിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് തൃക്കരിപ്പൂർ ITയിൽ തുടക്കമിട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കണ്ടൽ ചെടികൾ തയ്യാറാക്കി കവ്വായി കായലിൽ നട്ട് സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തൊഴിലാളികളെ പരിശീലിപ്പിച്ചത്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി കേരളത്തിൽ പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വാസ്ക എന്ന സർക്കാർ ഏജൻസിയാണ് സാങ്കേതിക പരിശീലനം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ തൃക്കരിപ്പൂർ ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കിയത്. കായലോരത്തും ചതുപ്പുകളിലും ഉൾപ്പെടെ നട്ടുവളർത്തുവാൻ കണ്ടൽ ചെടികൾ ഒരുക്കുന്ന നഴ്സറികൾ സ്ഥാപിക്കുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത്. അടുത്ത ഘട്ടമായി 37 പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വാസ്ക. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ IT വെള്ളാപ്പ് ഭാഗങ്ങളിൽ കവ്വായി കായലോരത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നൂറുകണക്കിന് കണ്ടൽ ചെടികൾ ശാസ്ത്രീയമായി നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ കണ്ടൽ ചെടികൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാസ്ക സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുമാണ് ഈ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കണ്ടൽ ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ 3 ഭാഗങ്ങളും പുഴയോരങ്ങളാണ്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ കണ്ടൽ ചെടി വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാസ്കയുടെ സഹകരണത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ടൽ ചെടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരെയും മണ്ണൊലിപ്പ് തടയാൻ പറ്റും, അതുപോലെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും, അതുപോലെ മീനുകളുടെ നല്ല മീൻ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് അംഗം KM ഫരീദ ബീവി അധ്യക്ഷത വഹിച്ചു. വാസ്ക അസോസിയേറ്റ് സയന്റിസ്റ്റുകളായ S സച്ചിൻ, S മോണിഷ, പ്രൊജക്ട് അസോസിയേറ്റ് AV ആതിര, G രാജവേലൻ, B സെൽവമുകിലൻ, തൊഴിലുറപ്പ് പദ്ധതി നീലേശ്വരം ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ T അമ്പിളി, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ P ശ്യാമിലി, ഓവർസിയർ മുഹമ്മദ് ബദറുദ്ദീൻ, AG സാജിദ്, ഉദിനൂകാര്യത്തി സിനിച്ച, K സുഗതകുമാരി, A അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ 42 തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സൽമാൻ ഗ്രൂപ്പിന്റെ 5ാമത് ബ്രാഞ്ചായ സൽമാൻ ബ്രാൻഡ് സ്റ്റുഡിയോ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനമാരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സൽമാൻ ഗ്രൂപ്പിന്റെ 5ാമത് ബ്രാഞ്ചായ സൽമാൻ ബ്രാൻഡ് സ്റ്റുഡിയോ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനമാരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സൽമാൻ ഗ്രൂപ്പ് ചെയർമാൻ M അബ്ദുല്ല, മാനേജിംഗ് പാർട്ണർ ഷിഹാബ് സൽമാൻ, പാർട്ണർമാരായ സൽമാൻ ഫാരിസ്, ഫാറൂസ് ഹൊസങ്കടി, ആഷിർ സയ്യിദ്, അബ്ദുല്ല കള്ളാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സിംപോള, ഖജാരിയ, ഹിൻവെയർ, ബാത്ത്വെയർ, ഹൂട്ടിക്, അക്വാൻ എന്നിവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനലവധിക്കാലം കുട്ടികൾ സർഗാത്മകമാക്കുവാൻ ചിത്രകലാ പരിശീലന ക്യാമ്പ് ഒരുക്കി തൃക്കരിപ്പൂർ തങ്കയം ടാലന്റ് ആർട്സ് സെന്റർ. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചിത്രകലാ തൽപരരായ 60ഓളം കുട്ടികൾക്കായാണ് ഏകദിന പരിശീലനം നൽകിയത്. ജലച്ചായം, പേപ്പർ കൊളാഷ്, ചാർക്കോൾ എന്നിവ മാധ്യമമാക്കി വിവിധ പ്രായത്തിലുള്ള കുരുന്നുകൾ ചിത്രങ്ങൾ വരച്ചു. ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് സജീന്ദ്രൻ കാറെടുക്ക ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വളരെ നമ്മുടെ കാലാവസ്ഥ വളരെ ചൂടുള്ള ഈ ദിവസങ്ങളിലും ഇന്നൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ ആത്മാർത്ഥത കാണിച്ച നമ്മുടെ ഈ ആത്മാർത്ഥത കാണിച്ച ഈ സംഘാടകർക്ക് എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു നിറമുള്ള നല്ല വരയോട് സ്നേഹമുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ചിത്രകലാ പരിശീലന ക്യാമ്പ് കോർഡിനേറ്ററും ചിത്രകാരിയുമായ ഷീബ ബാബു അധ്യക്ഷത വഹിച്ചു. ഉപരിപഠനത്തിൽ സർഗാത്മകതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന വിഷയത്തിൽ അശാന്തം സംസ്ഥാന അവാർഡ് ജേതാവ് വിപിൻ വടിക്കിനിയിൽ ക്ലാസ് എടുത്തു. ഷിഹാസ് ഉദിനൂർ, സിമി പ്രതീപ്, VK സിന്ധു, മനോജ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിന്റെ പുനർനിർമ്മാണത്തിനിടെ മണ്ണിനടിയിൽ നിന്നും ഭീമൻ മരത്തടി കണ്ടെത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തടിയാണ് കാര്യമായ പോറലില്ലാതെ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയത്. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിന്റെ പുനർനിർമ്മാണത്തിനിടെ മണ്ണിനടിയിൽ നിന്ന് ഭീമൻ മരത്തടി കണ്ടെത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തടിയാണ് കാര്യമായ പോറലില്ലാതെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. 1000-ലേറെ വർഷം പഴക്കമുള്ള വാമനാവതാര സങ്കല്പ ക്ഷേത്രമായ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 1919-20 കാലത്തെ ശിലാലിഖിതം നേരത്തെ കണ്ടെത്തിയിരുന്നു. 1969-ൽ ചിത്രകാരൻ MGS നാരായണൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയെത്തി പഠനം നടത്തിയിരുന്നു. പുരാതനമായ ക്ഷേത്രക്കുളം വിസ്തൃതമാക്കാനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കുമ്പോഴാണ് കൂറ്റൻ മരത്തടി കണ്ടെത്തിയത്. 10 കോൽ ആഴത്തിലായി മണ്ണിൽ പൂണ്ട നിലയിലായിരുന്നു മരത്തടി ഉണ്ടായിരുന്നത്. മരം ഏതാണെന്ന് നിർണയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാശോന്മുഖമായിരുന്ന ക്ഷേത്രക്കുളം വിസ്തൃതി കൂട്ടി പുതുക്കിപ്പണിയുന്നതിനായി മണ്ണ് മാറ്റുന്നതിനിടയിലാണ് വലിയ മരത്തടി ലഭിച്ചതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് P. ശശിധരൻ നായർ പറഞ്ഞു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള, ഏകദേശം നമ്മുടെ 1000 വർഷം പഴക്കമുള്ള കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ നിലവിലുള്ള കുളമുണ്ടായിരുന്നു. ആ കുളം ഏകദേശം 100 വർഷത്തോളം അധികമായി ജീർണാവസ്ഥയിലായിരുന്നു. എല്ലാം പിടിഞ്ഞ് തകർന്ന് അങ്ങനെ ജീർണാവസ്ഥയിലായ കൊടവലം ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള പ്രവൃത്തികളോടൊപ്പം തന്നെ ഈ കുളം പുനർനിർമ്മിക്കാം എന്നുള്ള ധാരണയിൽ നമ്മളിപ്രാവശ്യം ഈ കുളത്തിൻ്റെ പുനരുദ്ധരണ പ്രവൃത്തി തുടങ്ങുമ്പോൾ ഏകദേശം അതിൻ്റെ ചുറ്റുവട്ടവും ഏകദേശം കുളം കെട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വലിയൊരു മരം വീണ് കിടക്കുന്നത് കണ്ടു. ആ മരം ഇപ്പോൾ എല്ലാ ടിപ്പർ ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് JCB ടിപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. മരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ മരം നീക്കിയിട്ട് അതിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണിൽ നിന്നും കണ്ടെടുത്ത മരത്തടിയെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ പുറത്തെത്തിച്ചു. 1919-ൽ നാട്ടിൽ സർവനാശം വിതച്ച പ്രളയത്തെക്കുറിച്ചും നാട്ടുകാർ ഓർത്തെടുത്തു. ആ പ്രളയത്തിൽ നശിച്ചുപോയ മരങ്ങളിൽ ഒന്നാവാം മണ്ണിനടിയിൽ കണ്ടെത്തിയതെന്ന അഭിപ്രായവും നിലവിലുണ്ട്. കൊടവലം തോട് പണ്ട് ഒഴുകിയത് ഇതുവഴിയായിരുന്നുവെന്നും പിന്നീട് അതിന്റെ ഗതി മാറ്റിവിടുകയായിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു. അക്കാലങ്ങളിൽ തോട്ടുവക്കത്ത് ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൽപ്പെട്ടതാവാം ഈ മരത്തടിയെന്നും അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തടസ്സങ്ങൾ നീങ്ങിയതോടെ ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഓത്തുംകുളത്തിന് പുനർജനിയാവുന്നു. ബ്രാഹ്മണ ഇല്ലങ്ങളേറെയുള്ള പുല്ലൂരിൽ ആദ്യകാലങ്ങളിൽ വേദപാഠശാല ഉണ്ടായിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണർ ഓത്തുപഠിക്കുവാനായി ശുദ്ധികർമ്മങ്ങൾക്ക് ഉപയോഗിച്ച കുളമാണ് പിന്നീട് ഓത്തുംകുളമായി അറിയപ്പെട്ടത്. തടസ്സങ്ങൾ നീങ്ങിയതോടെ ഒരു നാടിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ഓത്തുംകുളത്തിന് പുനർജനിയാവുന്നു. ബ്രാഹ്മണ ഇല്ലങ്ങൾ ഏറെയുള്ള പുല്ലൂരിൽ ആദ്യകാലങ്ങളിൽ വേദപാഠശാല ഉണ്ടായിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണർ ഓത്തുപഠിക്കാനായി ശുദ്ധികർമ്മങ്ങൾക്ക് ഉപയോഗിച്ച കുളമാണ് പിന്നീട് ഓത്തുംകുളമായി അറിയപ്പെട്ടത്. ഒരു കാലത്ത് നാടിന് ജലസമൃദ്ധിയേകിയിരുന്ന ഓത്തുംകുളം പിൽക്കാലത്ത് നാശോന്മുഖമായി തീർന്നു. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ അധീനതയിലായതിനാൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. വർഷങ്ങളായി ഓത്തുംകുളത്തിന് ഫണ്ട് അനുവദിക്കുന്നതിന് നേരിടുന്ന തടസ്സം നീക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അനുമതി നൽകുകയുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ ജലസമൃദ്ധി ലഭിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഓത്തുംകുളം പുനർനിർമ്മിക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 5,24,000 രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. 14 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും അനുവദിച്ചു. നാടിന്റെ വളരെ കാലമായുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പഞ്ചായത്ത് അംഗം MV നാരായണൻ പറഞ്ഞു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിന്റെ 11ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഓത്തുംകുളം പണ്ട് ബ്രാഹ്മണർ വേദപഠനത്തിനായി ഉപയോഗിച്ചു പോകുന്ന കുളമാണ് ഭാവിയിൽ
അല്ലെങ്കിൽ പിന്നീട് ഇത് ഓത്തുംകുളമായി മാറിയത്. വർഷങ്ങളായി പഴക്കമുള്ള ഈ കുളത്തിന് ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. ആ കുളം നിലനിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ ജലസമ്പത്ത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. തൊഴിൽ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 14 ലക്ഷവും പുല്ലൂർപേരി ഗ്രാമപഞ്ചായത്തിൻ്റെ CLC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 5,24,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് 19,24,000 രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിൽ വരുത്താൻ വേണ്ടി പോകുന്നത്. പുല്ലൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന്റെ വയലിലേക്ക് പോകുന്ന റോഡിന് സമീപത്താണ് കുളം ഉള്ളത്. നിലവിൽ കുളത്തിന്റെ അടിഭാഗം കരിങ്കല്ല് കെട്ടിപ്പടുത്തുയർത്തി, ബാക്കി ഭാഗം ചെങ്കല്ല് കൊണ്ട് കെട്ടി ഉയർത്താനാണ് തീരുമാനം. റോഡിന് അഭിമുഖമായി കൽപ്പടവുകൾ കെട്ടിപ്പൊക്കും. 7 മീറ്റർ ആഴത്തിൽ കുളം കെട്ടി ഉയർത്തും. 16 മീറ്റർ വീതി 16 മീറ്റർ നീളവും ലഭിക്കുന്ന കുളമാണ് നിർമ്മിക്കുന്നത്. കുളം പൂർത്തിയാക്കപ്പെടുന്നതോടെ പ്രദേശത്തെ സ്വാഭാവിക നീരുറവകൾ വർദ്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എയർപോർട്ട് അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. രാജ് റെസിഡൻസിയിൽ വെച്ചാണ് കുടുംബസംഗമം നടന്നത്. എയർഫോഴ്സ് അസോസിയേഷൻ കുടുംബസംഗമം അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. ഗാർഡിയൻ ഏഞ്ചൽ എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകരായ സൈജുദാസും നഞ്ചിയമ്മയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരി സ്ക്വാഡ്രൺ ലീഡർ നാരായണൻ നായർ നഞ്ചിയമ്മയെയും സൈജുദാസിനെയും ആദരിച്ചു. പ്രസിഡന്റ് കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വാഹനാപകടം. കാസർഗോഡ് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. EP ജയരാജൻ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് ജോസ് കെ മാണി. കാസർഗോഡ് ജില്ലയിൽ കത്തിയിറങ്ങുന്ന തീച്ചൂടിൽ വിയർത്ത് ജനങ്ങൾ. ശരാശരി താപനിലയിൽ ഒരു ദിവസം വർധന 1 ഡിഗ്രിയോളം. ചെറുവത്തൂർ വീരമലക്കുന്നിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ കുന്നിടിഞ്ഞു വീണു. മണ്ണിനടിയിൽപ്പെട്ട് 2 തൊഴിലാളികൾക്ക് പരിക്ക്. മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. പ്രതിഷേധം ശക്തം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് തൃക്കരിപ്പൂർ ITയിൽ തുടക്കമായി. കാലാവസ്ഥ പൊരുത്തപ്പെടൽ ജലസുരക്ഷ ലക്ഷ്യമിട്ടാണ് പരിശീലനം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.